അങ്ങനെ വീണ്ടും ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു FC മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരെല്ലാം തന്നെ ഉള്ളത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം തന്നെ വളരെയധികം ട്രോളുകളും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. സോ ഉണ്ണിക്കണ്ണനൊക്കെ വെച്ച് നമ്മളെ ട്രോളിൽ നമ്മൾ കണ്ടതുമാണ്. സോ അതിനെല്ലാം തന്നെ മറുപടി കൊടുക്കണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരെല്ലാം തന്നെ ഉള്ളത്. സോ ഈ ഒരു മത്സരത്തിൽ വളരെയധികം പ്രത്യേകത എന്ന് പറയുന്നത് ബംഗളൂരു FCയുടെ ശ്രീകണ്ഠിക സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതേവരെ ബംഗളൂരു FC തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നാണ്. സോ അത് വളരെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് മോഹൻ ബഗാനുമായിട്ടാണ്. സോ വളരെ ടഫായിട്ടുള്ള ടീമായിട്ടാണ് മത്സരങ്ങളാണ് ഇനിയുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മത്സരമെങ്കിലും വിജയിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആരാധകരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ 10ാം സ്ഥാനത്താണ്, ബംഗളൂരു FC ആകട്ടെ 2ാം സ്ഥാനത്തും. സോ ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. പക്ഷേ പറയാൻ വരട്ടെ, ബംഗളൂരു FC കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഒഡീഷ FCയോട് 4-2 തോറ്റത്. സോ ആ ഒരു ബംഗളൂരു FC നമ്മൾ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്ത് ബംഗളൂരു FC എന്ന്. കാരണം അത്രയും അധികം മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ അവർ ഫസ്റ്റ് ഹാഫിൽ കണ്ടതുമാണ്. സോ ആ ഒരു മിസ്റ്റേക്കിൽ നിന്നുമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാനും പിള്ളേർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ ഒഡീഷ FCക്കെതിരെ മികച്ച പ്രകടനമൊന്നുമല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. സോ സെക്കൻഡ് ഹാഫിലാണ് അവർക്ക് ഗോളുകൾ അടിക്കാൻ വരെ പറ്റിയതും. സോ അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും അത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ബംഗളൂരു FC ഉള്ളത്. സോ അത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മുതലെടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ആദ്യ 11-ൽ കോറോ സിംഗിനെ ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടായിരിക്കും രാഹുൽ KPയെ ഉൾപ്പെടുത്തുക. സോ രാഹുൽ KPക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും കൂടുതൽ നല്ലതും. അതുപോലെ തന്നെ മുന്നേറ്റ താരങ്ങളായിട്ടുള്ള ജീസസ് ജിമിനസും പെപ്രയും തമ്മിലുള്ള ഒരു കോംബോ വരാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ FC ഗോവ നോഹ സദോയെ പൂട്ടിയതാണ്. സോ അത് നമ്മൾ കണ്ടതുമാണ്. സോ നോഹ സദോ ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ത് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലില്ല. അതുകൊണ്ടൊക്കെ തന്നെ ജിംനസും പെപ്രയും തമ്മിലുള്ള ചെറിയൊരു കോംബോ ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ ഇതെൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. എന്തായാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ, വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.